അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന പുരോഹിതന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനെ ഹക്കായി പറയുന്ന ആളുകളെയും യഥാർത്ഥ ദീനിന്റെ വാഹകരെയും മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് പല കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കുന്ന നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അതിന് പ്രായചെറുപ്പ വ്യത്യാസമില്ലാതെ പുരോഹിതവർഗം ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും യഥാർത്ഥ ഹക്കിന്റെ ആളുകൾ അതൊക്കെ പിടികൂടി സമൂഹത്തിന്റെ മുന്നിൽ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിൽ വല്ലാത്ത ബേജാറ് പൂണ്ടുകൊണ്ട് ഒരു കുട്ടി ഖുറാഫി രംഗത്ത് വന്നിരിക്കുകയാണ്. വഹാബികളിലെ വിഷയദാരിദ്ര്യം നേരിടുന്ന ഒരു വഹാബിയാണ് ഇദ്ദേഹം. വഹാബികളിൽ വിഷയദാരിദ്ര്യം നേടുന്ന ഒരു വഹാബിയാണ് ഞാൻ എന്നാണ് ഈ കുട്ടി ഖുറാഫി പറയുന്നത്. ഈ കുട്ടി കുബൂരി ഇറക്കിയ പല വീഡിയോകൾ നമ്മൾ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ കലിപ്പാണ് അദ്ദേഹത്തിന്. മുസ്ലിയാർ മനസ്സിലാക്കേണ്ടത്, നിന്നെ പോലുള്ള മുസ്ലിയാക്കന്മാർ സമൂഹത്തിനിടയിൽ കള്ളപ്രചരണവുമായി വന്നു കഴിഞ്ഞാൽ അതൊക്കെ പിടികൂടുക എന്ന് തന്നെയാണ് എന്റെ വിഷയം. താൻ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തന്റെ കള്ളപ്രചരണം നിർത്തിയാൽ മതി. കാര്യം ഞാൻ എപ്പോ തുമ്മുന്നുണ്ടോ അപ്പൊ കർച്ചീഫ് കൊണ്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പുറകിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു വഹാബി പുരോഹിതനാണ് ഇദ്ദേഹം. താൻ പരിസരബോധമില്ലാതെ പബ്ലിക്കിനിടയിൽ ഇറങ്ങി പുറപ്പെട്ട് ഈ ഏർപ്പാട് നടത്തി കഴിഞ്ഞാൽ തനിക്ക് കർച്ചീഫ് എടുത്തു തരാനല്ലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതല്ലാതെ തന്റെ തരിമൂക്കിലേക്ക് ഞാൻ പഞ്ഞിയൊന്നും തിരികെ കയറ്റിയിട്ടില്ലല്ലോ. താൻ ഈ ഏർപ്പാടുമായി പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഇറങ്ങാതിരുന്നാൽ പോരെ? കാര്യം ഞാൻ ഈ അടുത്ത് ചെയ്ത അധികം വീഡിയോകളുടെ പിന്നിലൂടെ ഇദ്ദേഹം കടന്നു വരുന്നുണ്ട്. താൻ എന്താ വിചാരിച്ചത്? തനിക്ക് തൊള്ളയിൽ തോന്നൊക്കെ വിളിച്ചു കൂവി സമൂഹത്തിനിടയിൽ എന്ത് കള്ളപ്രചരണം നടത്തി കഴിഞ്ഞാലും ആരും ചോദിക്കാനും പറയാനൊന്നും വരില്ല എന്നാണ് വിചാരിച്ചത്. ഇദ്ദേഹം എന്താ കുബൂരി വന്നിട്ടുള്ളത്? ഈ കുട്ടി ഖുറാഫി പറയാൻ വേണ്ടി ഖുറാഫി കുബൂരി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് അധികവും സമയം കളയുന്ന രീതിയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്റെ പ്രത്യേകതയായി താൻ കാണുന്നത് ഞാൻ നിന്നെ ഖുറാഫി എന്നും കുബൂരി എന്നും വിളിക്കുന്നു എന്നാണ്. തന്നെ പിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ഖുറാഫി. താനൊരു ഖുറാഫിയും കുബൂരിയും ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് തന്നെ ഞാൻ ഖുറാഫി എന്നും കുബൂരി എന്നും ഒക്കെ വിളിക്കുന്നത്. അതിനെന്തിനാണ് ഇത്ര ബേജാറാകുന്നത്? താൻ എന്നെ വഹാബി എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഞാനൊന്നും തന്നോട് പറഞ്ഞില്ലല്ലോ. കാര്യം ഞാനിത് പറയാനുള്ള കാരണം പോലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തെന്ന് ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് എടുത്തു കാണിച്ചപ്പോൾ അദ്ദേഹം അന്ന് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞത് കേൾക്കുന്നതിന് മുമ്പ് ഇവൻ ഒന്നാം നമ്പർ എന്താണ് എന്ന് വഹാബ് സഖാഫി പറഞ്ഞുതരും. ആ ഒരു ഏർപ്പാടിൽ ഇവൻ ചെയ്തത് എന്ന് നിങ്ങൾക്ക് അതിനുശേഷം ബോധ്യപ്പെടുത്തി തരികയും ഞാൻ ചെയ്യും. ആദ്യം നമുക്ക് വഹാബ് സഖാഫി ഇവനെ പോലെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? വദജ്ജാലൂൻ. അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസ് ഓതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. നമ്മളിപ്പോൾ വഹാബ് സഖാഫിയിൽ നിന്ന് കേട്ട ആ ഒരു പ്രവൃത്തി, ആ ഒരു സ്വഭാവമല്ലേ ഇവനുള്ളത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന സംഭവം ഇവൻ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? സക്കരിയ സലാഹി റഹിമഹുള്ളയുടെ ഒരു ചോദ്യമുണ്ട്. അത് മുസ്ലിയാക്കന്മാർക്ക് ഇന്നും മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഇവൻ അത് കാണിച്ചുകൊണ്ടാണ് അബൂ സലമ റളിയല്ലാഹുവിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് നടന്ന ഈ സംഭവം ഇവൻ ഉദ്ധരിക്കുന്നത്. പക്ഷെ അവൻ കൊണ്ടുവന്ന ആ ചോദ്യത്തിനുള്ള മറുപടി ഇതായിട്ടുണ്ടോ? ഇതായിട്ടുമില്ല. നമുക്ക് ഞാൻ പറഞ്ഞത് കേൾക്കുന്നതിന് മുമ്പ് അതൊന്ന് കേൾക്കും. കുറച്ച് നാൾ മുമ്പ് സക്കരിയ സലാഹിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹം കണ്ടോന്നറിയില്ല, ഒന്ന് കേട്ടു നോക്കി നിങ്ങള്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു. മയ്യത്ത് കത്തിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരാൾ ആയിരുന്നിട്ട് ആമീൻ പറഞ്ഞ സംഭവം ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും? ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും? ഇവൻ കാണിച്ച സക്കരിയ സലാഹി റഹിമഹുള്ളയുടെ ചോദ്യം എന്താണ് നിങ്ങൾ കേട്ടില്ലേ? ആ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം അങ്ങനെയല്ല. അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇവൻ ഈ ഹദീസ് വായിക്കുന്നത്. അവിടെ സ്വാഭാവികം ഇവൻ കാണിക്കേണ്ടത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരികയും എന്നിട്ട് പ്രാർത്ഥിക്കുകയും അവിടെയുള്ള ആളുകളൊക്കെ ആമീൻ പറയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അവൻ കാണിക്കേണ്ടത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുപ്രാർത്ഥന നടത്തിയതാണ് കാണിക്കേണ്ടത്. എന്നാൽ സക്കരിയ സലാഹി റഹിമഹുള്ളയുടെ യഥാർത്ഥ ചോദ്യം എന്താണ്? മുസ്ലിയാക്കന്മാർ അൽഫാത്തിയ വിളിച്ച് കൂട്ടുപ്രാർത്ഥന നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. മയ്യത്തിറക്കി വെച്ചുകൊണ്ട് ഇവർ അൽഫാത്തിയ വിളിച്ച് ഒരു മുസ്ലിയാർ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുന്ന രീതി ഇവരുടെ ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം അടർത്തി മാറ്റിക്കൊണ്ടാണ് ഇവൻ ഈ രീതിയിലേക്കാക്കി മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് ഇവൻ കൊണ്ടുവരുന്നത് എന്താണ്? മരിച്ച മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. സ്വാഭാവികമായും ഞങ്ങൾ എന്താണ് പറയുക? ആ പറഞ്ഞതേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള വാദമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കുബൂരി അതാണല്ലോ കാണിക്കേണ്ടത്. പക്ഷെ ഇവൻ എന്താണ് പണിയെടുത്തത്? നേരത്തെ വഹാബ് സഖാഫി പറഞ്ഞ അതേ പണിയാണ് ഇവിടെ എടുത്തത്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസ് ഓതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഇവൻ കാണിക്കും, നമുക്ക് നോക്കാം.
അവിടെ വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മുജാഹിദുകൾ ആരെങ്കിലും മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? മുജാഹിദുകൾ ആരെങ്കിലും മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെയാണല്ലോ പറയുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണല്ലോ പറയുന്നത്. അത് ഈ മുസ്ലിയാർ തന്നെ ആ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട്. മുസ്ലിയാർ തുടർന്ന് പറയും, നമുക്ക് കേൾക്കാം. എല്ലാരും പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കാത്തത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. മയ്യത്തിന്റെ മുന്നിൽ ബഹളം ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയൊന്നല്ലോ ഞങ്ങൾ ചെയ്യുന്നത്, മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് പോലെ. അവിടെ കുറെ ആളുകൾ ഇരുന്ന് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്താറില്ല. നിന്നെയൊക്കെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഏതെങ്കിലും മരണ വീട്ടിൽ മുജാഹിദുകാർ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന രൂപത്തിൽ ഞങ്ങൾ ചെയ്യാറില്ല എന്നതുകൊണ്ട് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന അർത്ഥമുണ്ടോ ഖുറാഫി? അവര് വന്നിട്ട് മൗനമായിരിക്കും, അതല്ലാതെ ഞങ്ങൾ ബഹളമുണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവര് പറയും, ഞങ്ങൾ മനസ്സിലൂടെ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന ആകില്ല എന്ന് നിനക്ക് വാദമുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ കഷ്ണം കിട്ടിയാൽ അത് എടുത്തോണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. പത്രത്തിന്റെ കഷ്ണമാക്കുന്നതിന് ഫുള്ള് തന്നെ ആയിക്കോട്ടില്ലേ കുബൂരി, ഓരോ ആരോപണം പറഞ്ഞു വരും. നേരത്തെ വഹാബ് സഖാവി പറഞ്ഞ എന്താണ്? ആയത്തോതി കബളിപ്പിക്കും, ഹദീസോതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. ആ പറഞ്ഞ പണിയല്ലേ ഇവൻ എടുക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി ഇവന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇവൻ തന്നെ മുജാഹിദിന്റെ വേറൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചത് എന്താണ്? അത് നമുക്കൊന്ന് കാണാം. അതിലും ഇവൻ കബളിപ്പിക്കൽ നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് ഒരുപാട് മാറി. ഇവരുടെ വേറൊരു നേതാവിന്റെ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കി. പറഞ്ഞത് ഒരു പ്രാർത്ഥന മരിച്ചുപോയാൾക്ക് നമ്മൾ കൊടുത്താൽ കിട്ടുന്ന ലാഭം എന്താ അറിയോ? കൽ ഖരീഖിൽ മുതഖവ്വിസ് എന്ന റസൂലുള്ള പറഞ്ഞു. എന്ത്? വെള്ളത്തിൽ മുങ്ങിത്താവാൻ പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു കയറാണ് എന്ത്? ഈ പ്രാർത്ഥന. ഈ കബറിലേക്ക് പണി ചെല്ലു പ്രാർത്ഥന. കേട്ടില്ലേ? ഇവരുടെ തൗഹീദ് എത്രയോ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ? ഇവനിപ്പോൾ പറഞ്ഞത് എന്താണ്? ഇവരുടെ തൗഹീദ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവൻ അതേ രീതിയിലൊരു സംസാരം നടത്തി, ഇവർ മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള. ഇവിടെ മുജാഹിദിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ എപ്പോഴെങ്കിലും മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കുബൂരി അത് കാണിക്കണം. താൻ അവിടെയും കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. നേരത്തെ വഹാബ് പറഞ്ഞ ആ പണിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. മാത്രമല്ല എന്നിട്ട് കാണിച്ചത് എന്താണ്? മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ഒരു നേതാവിന്റെ പ്രഭാഷണം എന്ന രീതിയിൽ താൻ അത് കാണിക്കുകയും ചെയ്തു. എന്നിട്ടും ബോധപൂർവം കബളിപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്തിയത്? തങ്ങൾ പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആളുടെ കയ്യിലേക്ക് കയറ് കൊടുക്കുമ്പോൾ ഒരു പിടിവള്ളിയായി മാറുന്ന പോലെയാണ് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നാം ചെയ്യുന്ന പ്രാർത്ഥന. അത് ഖബറിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് ഇപ്പൊ പറയുന്നു. അപ്പൊ തൗഹീദ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സമസ്തക്കാരുടെ ദൈവത്തിൽ സലഫികൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയലല്ലേ കുറച്ചും കൂടി മെച്ചം? ഇവൻ ഈ പറഞ്ഞ രൂപത്തിൽ സമസ്തക്കാരുടെ ദൈവത്തിൽ സെലഫികൾക്ക് മാറ്റമുണ്ടാകും എന്നാണ് എങ്കിൽ, സെലഫികൾക്ക് സ്വാധീനമുണ്ടാകുന്നു എന്നാണ് എങ്കിൽ, മുജാഹിദുകൾ മുമ്പെന്ത് പറഞ്ഞിരിക്കണം? മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കത് എത്തില്ല, ആ പ്രാർത്ഥന കൊണ്ട് അവർക്ക് കാര്യമില്ല. മുമ്പ് മമ്പാട്ടുകാരൻ വഹാബ് സഖാഫി എന്ന് പറയുന്ന വായാടി പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വായിലെ കാറ്റ് പോകുന്നത് പോലെയാണ് എന്നാണ് വഹാബികൾ ഈ കാലമത്രയും പറഞ്ഞത് എന്ന്. അന്ന് ഞങ്ങൾ മമ്പാട്ടുകാരൻ വായാടിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഈ കുട്ടി വായാടിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്. മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഈ കാലമത്രയും പ്രസംഗിച്ച പ്രഭാഷണങ്ങളിൽ നിന്നോ എഴുതി വെച്ച ലേഖനങ്ങളിൽ നിന്നോ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല, ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല, മയ്യത്തിനരികിൽ ചെന്ന് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞത് താനത് കാണിച്ചു തരാൻ തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. താൻ അവിടെയും നേരത്തെ മമ്പാട്ടുകാരൻ പറഞ്ഞില്ലേ, അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? വദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. താൻ ആ ഒരു പണിയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. പച്ച കളവും പറഞ്ഞ് കബളിപ്പിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും തെങ്ങിന്റെ ചൂട്ടിൽ പോയി നിൽക്കുന്നതും കാണാം. എന്നിട്ട് മനസ്സിലൂടെ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ശാന്തമായി നിന്നുകൊണ്ട് ഞങ്ങളും മരിക്കേണ്ടവരല്ല അല്ലാ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇവർ പറയുന്ന ന്യായങ്ങൾ. എന്തൊരു പൊട്ടത്തരം ന്യായങ്ങളാണ് ഇവരൊക്കെ ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മെക്കുറിച്ച് മരണചിന്ത ഉണ്ടാകുക എന്നുള്ളത്, മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശാന്തമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതൊക്കെ പൊട്ടത്തരമാണോ ഖുറാഫി? താൻ എന്ത് വിഡ്ഢിത്തമാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പോകുന്നത്? ഹുസൈൻ സലഫി പോലും ഒരിക്കൽ പറഞ്ഞു പോയ ഒരു വാക്ക് നിങ്ങൾ ഇവിടെ കേൾക്കണം. മരണപ്പെട്ടവർക്ക് വേണ്ടി പറ്റണതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ, ഇവിടെയും ഇവൻ കബളിപ്പിക്കാൻ ശ്രമിച്ചത് കണ്ടില്ലേ? ഹുസൈൻ സലഫി പറഞ്ഞു പോയതാണ് എന്ന്. എങ്കിൽ നീ കാണിക്കണം, ഹുസൈൻ സലഫി മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പ്രസംഗിച്ചത് കാണിക്കണം. പറഞ്ഞു പോയതാണ് എന്നല്ല പറഞ്ഞത്, ബോധപൂർവം. നേരത്തെ വഹാബ് പറഞ്ഞ എന്താണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? വദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആ ഒരു ഏർപ്പാടാണ് ഈ കുബൂരി ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. താൻ ഈ ദജ്ജാലിന്റെ പണിയാണ് എടുക്കുന്നത്.
ജനങ്ങളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ കുബൂരി പുരോഹിതന്മാർക്ക്. കുട്ടി ഖുറാഫി പറ്റുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നിയതൊക്കെ ചെയ്യുമെന്നല്ല, മുസ്ലിയാക്കന്മാർ ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്നല്ല. ആദ്യം അത് മനസ്സിലാക്കണം. മയ്യത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും എന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നല്ല പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാ പറഞ്ഞത് കുബൂരി. കേവലം ജനങ്ങളെ പൊട്ടീസാക്കുന്ന രീതിയിൽ അതും ഇതും പറഞ്ഞ് ഇവര് നടക്കുമ്പോൾ ഇവരെ കരുതിയിരിക്കണം. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ട നിന്നെ പോലുള്ള മുസ്ലിയാക്കന്മാരെ ജനങ്ങൾ കരുതിയിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ, നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ നിരന്തരം സമൂഹത്തെ വഞ്ചിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതൊക്കെ പിടികൂടി സമൂഹത്തിന് സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതിലൊന്നും ഇങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല കുട്ടി ഖുറാഫി. എന്നിട്ട് വിഷയദാരിദ്ര്യം നേരിടുന്ന ഈ വഹാബി പുരോഹിതൻ ഫിഖ്ഹി ഗ്രന്ഥത്തിൽ നിന്ന് കൊണ്ടുവരാൻ എന്നോട് പറയുകയാണ് ഇങ്ങനെ മരണ വീട്ടിൽ ഖുർആൻ ഓതുക, ദുആ ചെയ്യുന്നതിനെ കുറിച്ച്. ഇനി ഇവന്റെ അടുത്ത കബളിപ്പിക്കലാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നേരത്തെ വഹാബ് സഖാവി പറഞ്ഞില്ലേ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആ ഒരു ഏർപ്പാടിലേക്കാണ് ഇവൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങളുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാ ചോദിച്ചത്. കൊണ്ടുവരാൻ സാധിക്കുമോ? ആ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകാം. അതല്ലാതെ അരിയത്ര മാപ്പിള എന്ന് ചോദിക്കുമ്പോൾ പയരഞ്ഞായി എന്ന് മറുപടി പറഞ്ഞ് അതിൽ സമാധാനം കണ്ടെത്തുകയല്ല വേണം. ഇവിടെ ഈ കുബൂരി കാണിക്കുന്ന എന്റെ ചോദ്യം, ആ ചോദ്യം സക്കരിയ സലാഹി റഹിമഹുള്ളയുടെ ചോദ്യം കാണിച്ചതിന് ശേഷമുള്ള എന്റെ സംസാരമാണ്. അവൻ അതൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. നേരത്തെ കാണിച്ചല്ലോ സക്കരിയ സലാഹി റഹിമഹുള്ളയുടെ ക്ലിപ്പിന്റെ ഭാഗം എന്നതുപോലെ വീണ്ടും കാണിക്കുകയാണ്. എന്നിട്ട് വീണ്ടും കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവൻ തുടർന്ന് പറയട്ടെ, അതിനുശേഷം നമുക്ക് അതിലേക്ക് പോകാം. ആരാണ് സമാധാനം കണ്ടെത്തുന്നത്, ആരാണ് വിഷയങ്ങൾ ഒരു ബന്ധവുമില്ലാത്ത വഴിയിലൂടെ കൊണ്ടുപോകുന്നതെന്ന് സാധാരണക്കാരായ ആളുകൾ നിങ്ങളുടെ ഓരോ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ, ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണല്ലോ തനിക്ക് ഇത്രയും ബേജാറ്, തന്റെ പിന്നാലെ തന്നെ ഞാൻ കൂടുന്നു എന്നുള്ള ബേജാറ്. അതുകൊണ്ട് അരിയും ഗോതമ്പൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് റേഷൻ കടയിലല്ല പരിപാടി. ആത്മീയ ചൂഷണം നടത്തി ഉദരപൂരണം നടത്തുന്ന തനിക്ക് റേഷൻ കടയിലാണ് പണിയെന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഷാഫി മദ്ഹബിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഖ്ഹി ഗ്രന്ഥമാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു രചിച്ച കിതാബുൽ മജ്മൂ' ശറഹുൽ മുഹദ്ദബ്. അതിന്റെ 5-ാം വാല്യം കിതാബുൽ ജനായിസ് എന്ന് പറഞ്ഞ അധ്യായം തന്നെ ഉണ്ട്. അവിടെ കാണാം, ഖാല ഷാഫിയു റളിയല്ലാഹു അൻഹു വല്ല സ്വഹാബു യുസ്തഹബ്ബു അൻ യഖറഉ ഇൻദഹു ശൈഅൻ മിനൽ ഖുർആനി ഖാലു ഫഇൻ ഖതമുൽ ഖുർആന കുല്ലഹു കാന ഹസന. അവിടെ വളരെ വ്യക്തമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവും അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞൊരു അഭിപ്രായമാണ്, മയ്യിത്തിന്റെ അരികിൽ വെച്ച് ഖുർആനിൽ നിന്ന് ഓതിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യൽ സുന്നത്താണ്. മാത്രമല്ല, ഇനി ഖുർആൻ മുഴുവനായിട്ടാണോ നിങ്ങൾക്ക് ഓതി തീർത്ത് ദുആ ചെയ്യേണ്ടത് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായ നല്ല കാര്യമാണെന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണോ ഇത് ഖുറാഫി? എന്റെ ചോദ്യം നീ അടർത്തി മാറ്റിക്കൊണ്ട് തന്റെ ഉത്തരത്തിനെ കണക്കാക്കി മാറ്റിയതല്ലേ? ഇവിടെ സക്കരിയ സലാഹി റഹിമഹുള്ളയുടെ ചോദ്യം എന്താണ്? ആ ചോദ്യത്തിനുള്ള മറുപടിയാണോ ഇത്? ഞാൻ അതാണല്ലോ ആവർത്തിച്ചത്. ഇവൻ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കട്ടുമുറിച്ചു കൊണ്ടുവന്ന ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം കാണിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന ആ ചോദ്യമുള്ളത്. അത് അടർത്തി മാറ്റിക്കൊണ്ടാണ് ഇവൻ വീണ്ടും കബളിപ്പിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വഹാബ് സഖാഫി ഇവനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്നും കൂടി കേൾക്കാം. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആ ഒരു കബളിപ്പിക്കലാണ് ഇവൻ ചെയ്തത് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവൻ സക്കരിയ സലാഹി റഹിമഹുള്ളയുടെ ചോദ്യം തന്നെ കട്ടുമുറിച്ചാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ സലാഹി റഹിമഹുള്ള സംസാരിക്കുന്ന വീഡിയോ മറ്റൊരു ഫ്രീക്കൻ മുസ്ലിയാർ മുമ്പ് കാണിച്ചത് എടുത്ത് വെച്ചുകൊണ്ട് ആ ക്ലിപ്പ് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ആ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം കാണാം. ഫ്രീക്കൻ മുസ്ലിയാരെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും, ഈ തലക്കെട്ടുകാരനെ ഒന്ന് കേൾക്കട്ടെ. വിളിക്കണം, മയ്യത്തിന്റെ ഇറക്കി വെച്ചിട്ടുണ്ട് അൽഫാത്തിഹ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഈ മയ്യത്തിലും പിടിച്ചോനും നാട്ടിലൊക്കെ ഇങ്ങനെ ആമിയിരിക്കണം. എവിടുന്ന് കിട്ടിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു. മയ്യത്തിലും കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരാൾ ആയിരുന്നിട്ട് ആമീൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കോ? നിങ്ങളെ ഫിഖ്ഹിന്റെ കിതാബിന്റെ ഇബാറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? തലക്കെട്ടാരെ സാധിക്കോ? നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചാ പോരാ ഖുറാഫി? എനിക്ക് സാധിക്കോ ഖുറാഫി? നിങ്ങളുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കോ എന്നാ ചോദിച്ചത്. കൊണ്ടുവരാൻ സാധിക്കോ? മയ്യത്തിറക്കി വെച്ച് അൽഫാത്തിയെ വിളിച്ച് കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിന് തെളിവ് കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകാം. അതല്ലാതെ അരിയത്ര മാപ്പിള എന്ന് ചോദിക്കുമ്പോൾ പയരഞ്ഞായി എന്ന് മറുപടി പറഞ്ഞ് അതിൽ സമാധാനം കണ്ടെത്തുകയല്ല വേണ്ടത്. കേട്ടില്ലേ സഹോദരങ്ങളെ? വഹാബ് സഖാഫി നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇവനെ കുറിച്ച്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ഇപ്പോൾ സക്കരിയ സലാഹി റഹിമഹുള്ള ചോദിച്ച ചോദ്യത്തിന് ആ ചോദ്യമാണല്ലോ ഞാൻ ആവർത്തിച്ചത്. അതിനുള്ള മറുപടിയാണ് ഇവൻ പറഞ്ഞു വെച്ചത്. ഇവിടെ മയ്യത്തിറക്കി വെച്ചുകൊണ്ട് അൽഫാത്തിയെ വിളിച്ച് കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടിയല്ലേ ഇവൻ കൊണ്ടുവരേണ്ടത്. ഇവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ലേ കൊണ്ടുവരേണ്ടത്. അതല്ലാതെ ഷാഫി മദ്ഹബിലും മയ്യത്തിനരികിൽ ഇരുന്ന് ഖുർആൻ ഓതണം, ഖത്തം തീർക്കണം എന്നൊക്കെ എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നതാണോ കൊണ്ടുവരേണ്ടത്? അവിടെയും കൂട്ടുപ്രാർത്ഥനയെ കുറിച്ചാണോ പറയുന്നത്? നിങ്ങൾ അൽഫാത്തിയെ വിളിച്ച് കൂട്ടുപ്രാർത്ഥനയെ കുറിച്ചാണോ പറയുന്നത്? എങ്കിൽ അതാണ് താൻ പറയേണ്ടത്.
പറയുന്നത്. താനിവിടെ അതും പറയുന്നില്ല. അതുകൊണ്ട് മുസ്ലിയാരെ ചോദ്യത്തിനുള്ള മറുപടിയാ പറയേണ്ടത്. താനിവിടെ അരിയത്ര മാപ്പിള എന്ന് ചോദിക്കുമ്പോൾ പരരഞ്ഞായി എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. ജനങ്ങളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഇനി മുസ്ലിയാർ മറ്റൊരു ചാന്തുപൊട്ട് രീതിയിൽ സംസാരിക്കുന്ന മുസ്ലിയാരോട് ഞാൻ ചിന്തിച്ചു നോക്കണമെന്ന് പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് തന്നെ എന്നെ ട്രോളാനുള്ള ഒരു പരിപാടിയാണ്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ചിന്തിക്കണം പോലും. ചിന്തിച്ചോട്ടെ. ചിന്തിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം. ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുരോഹിതന്മാർ അരയും മുറുക്കി പണിക്കിറങ്ങേണ്ടി വരുമല്ലോ. അതിന്റെ ബേജാറാണ്, വേറൊന്നുമല്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. ഏതാണ് ഇവരുടെ അവസ്ഥ? ഇതാണ് ഇവരുടെ അവസ്ഥ. ഇതാണ് ഇവരുടെ അവസ്ഥ. പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്, കുല്ലുഹും മജ്മഉ നുണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം ദജ്ജാലുകളുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.